Audio Jungle. FTA വ്ലോഗിൻ്റെ ഹാർഡ് ഫുഡ് കെമിസ്ട്രിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിനകത്തുള്ള അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ് കേൾക്കുമ്പോൾ നോട്ട് ബുക്കും പേനയും കൂടി കരുതുക. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ ഒന്ന് എഴുതി നോക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ ക്ലാസ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കിടുന്ന ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് മൊബൈലിൽ ലഭ്യമാകും. ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇനി ക്ലാസ് കഴിഞ്ഞ് അവസാന ഭാഗം നമുക്ക് വീണ്ടും കാണാം. ഈ ചാപ്റ്ററിനകത്ത് സ്ഥിരമായി ചില ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഉണ്ടാവാറുണ്ട് എന്നതുകൊണ്ടാണ് ഹാർഡ് സ്പോട്ടായിട്ട് അയോണൈസേഷൻ എൻതാൽപ്പിയെ ഈ ചാപ്റ്ററിൽ നിന്നും സെലക്ട് ചെയ്തത്. കണ്ടന്റിലേക്ക് കടക്കാം. എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? ഡെഫിനിഷനാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. അതോടൊപ്പം അതിൻ്റെ യൂണിറ്റും പിന്നെ അതിൻ്റെ വാല്യൂ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. അപ്പോൾ ആദ്യം എന്താണ് ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. വാതകാവസ്ഥയിൽ നിൽക്കുന്ന ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിനകത്ത് ഏറ്റവും ലൂസായി കിടക്കുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയെയാണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സിമ്പല് ΔIH എന്നാണ്. അതായത് ഒരാറ്റത്തിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസ് നമുക്കറിയാം അത് ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലെയാണ്. അപ്പോൾ ആ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് എനർജി ആറ്റത്തിന് പ്രൊവൈഡ് ചെയ്യണം. കുറച്ച് എനർജി ആറ്റത്തിന് കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിന് ന്യൂക്ലിയസുമായുള്ള ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന എനർജിയെയാണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. നമ്മൾ എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാൻ പറ്റൂ. ഉദാഹരണത്തിന് നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ക്യാഷ് കൊടുത്താലേ, കടക്കാരന് ക്യാഷ് കൊടുത്താലേ നമുക്ക് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ സാധനങ്ങൾ വാങ്ങി പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസ ക്യാഷ് കടക്കാരന് കൊടുക്കണം. അതേപോലെ ഇലക്ട്രോണിനെ അട്രാക്റ്റീവ് ഫോഴ്സിനെയൊക്കെ ഓവർകം ചെയ്ത് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ സം എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് പ്രൊവൈഡ് ചെയ്യണം. അതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ക്ലിയർ? ഓക്കെ. അപ്പം നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് രൂപയിലാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ എനർജി കൊടുക്കുന്നത് കിലോ ജൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടും ആവാം. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ യൂണിറ്റ് കിലോ ജൂളാണ്. ഇനി അയോണൈസേഷൻ എൻതാൽപ്പി സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആറ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്നല്ല ചിന്തിക്കേണ്ടത്, ആറ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആറ്റം എനർജി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അയോണൈസേഷൻ എൻതാൽപ്പി ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. അതുകൊണ്ട് അതിൻ്റെ സൈൻ പോസിറ്റീവാണ്. ഗെറ്റ് മീ? ക്ലിയർ? അതായത് ആറ്റം സം എമൗണ്ട് ഓഫ് എനർജി എടുക്കുന്നു, എന്നിട്ട് ഇലക്ട്രോണിനെ കളയുന്നു. എനർജി എടുക്കുന്ന പ്രോസസ്സാണ് എൻഡോതെർമിക് പ്രോസസ്സ്. അതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ പോസിറ്റീവാണ്. ഓക്കെ. ഇനി നമുക്ക് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയും എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയിലേക്ക് പോകാം. ഉദാഹരണത്തിന് മെറ്റൽ എം, അത് M+ ആയി മാറുന്നു, മെറ്റൽ പ്ലസ് ആയി മാറുന്നു. അപ്പോൾ മെറ്റൽ എന്ന് പറയുന്നത് മെറ്റൽ പ്ലസ് ആയി മാറണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ട് കളയണം. അപ്പോൾ ഇലക്ട്രോണിനെ കളയാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. അതാണ് ΔIH. അത് ആദ്യത്തെ ഇലക്ട്രോൺ, ഏറ്റവും പുറമേയുള്ള ഫസ്റ്റാണ് നമ്മൾ ആ ഇലക്ട്രോണിനെ കളയുന്നത്, ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണിനെ. അതുകൊണ്ടാണ് അതിനെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ലിഥിയം എന്ന് പറയുന്ന ആറ്റം, നമുക്കതിൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം, 1s2 2s1. ആ 2sനകത്തുള്ള ഒരു ഇലക്ട്രോണിനെ കളയുകയാണ്. അപ്പോൾ ലിഥിയം ഒരു കാറ്റയോണായി മാറും. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ 520 കിലോ ജൂള് നമ്മൾ ആർക്ക് കൊടുക്കണം? ലിഥിയം ആറ്റത്തിന് നൽകണം. സോ വി ക്യാൻ റൈറ്റ് Li plus 520 kilojoule gives Li plus plus E minus. This 520 kilojoule per mole is called ionization enthalpy of first ionization enthalpy of lithium.
ഇനി ഇങ്ങനെ ആയി മാറിയ ഈ Li+, അതിൻ്റെ ഒരു ഇലക്ട്രോണും കൂടി കളയുകയാണ്. നമുക്കറിയാം 1s2 ആണ് ഇലക്ട്രോൺ കളയേണ്ടത്. അത് സ്റ്റേബിളാണ്, 2 ഇലക്ട്രോൺ ഫുള്ളി ഫില്ലായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഇലക്ട്രോണിന് അവിടുന്ന് ഒന്നിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എമൗണ്ടായ 2760 കിലോ ജൂൾ പെർ മോള് എന്ത് ചെയ്യുന്നത്, അവിടുന്ന് കൊടുക്കുമ്പോൾ ലിഥിയം പ്ലസ് എന്തായി മാറുന്നു, ലിഥിയം 2+ ആയി മാറുന്നു. ഇതാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കുക, ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള ഫസ്റ്റ് ഇലക്ട്രോണിനെ കളയാൻ ആവശ്യമായ എനർജിയാണ്. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി കഴിഞ്ഞതിന് ശേഷം കാറ്റിയോണായി നിൽക്കുന്ന ഒരാളിൽ നിന്നും വീണ്ടും ഒരു ഇലക്ട്രോണിനെ കൂടി പുറത്തേക്ക് കളയുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ എനർജി വേണ്ടി വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ജനറലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ M ഗ്യാസ് പ്ലസ് ΔIH1 ഗിവ്സ് M പ്ലസ് ഗ്യാസ് പ്ലസ് 1 ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ആയതുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നത്. രണ്ടാമത് ആ കാറ്റിയോൺ M പ്ലസ് ഗ്യാസ് പ്ലസ് ΔIH2 ഗിവ്സ് M2 പ്ലസ് ഗ്യാസ് പ്ലസ് 1 ഇലക്ട്രോൺ. അപ്പോൾ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ്. വൈ? ഈ എൻതാൽപ്പിയെ എനർജി എന്നും കൂടി പറയും കേട്ടോ. അപ്പോൾ സെക്കൻഡ് അയോണൈസേഷൻ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയോണൈസേഷൻ എനർജി. വൈ എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നമുക്കറിയാം സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് അയോൺ എന്നാണ്. തൊട്ട് മുമ്പേയുള്ള ഇക്വേഷനിൽ നമ്മൾ കണ്ടു, സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത് ഒരു പോസിറ്റീവായ അയോൺ എന്നാണ്, അല്ലേ? അപ്പം അവിടെ എന്താണ്, പോസിറ്റീവായി മാറുമ്പോൾ അതിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം ആദ്യം ഉണ്ടായതിനേക്കാൾ കുറച്ച് കുറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ എന്ത് ചെയ്യും, കൂടും. ഉദാഹരണത്തിന് ഒരാറ്റത്തിൻ്റെ ഭാഗിതമ ഷെല്ലിനകത്ത് 5 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനെ 5ആയി ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കുക. 100%നെ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20%. അപ്പോൾ ഓരോ ഇലക്ട്രോണിന് 20% വീതമാണ് കിട്ടുന്നത്, 5 പേരുണ്ടെങ്കിൽ. ശരിയല്ലേ? അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയിട്ടൊരു കാറ്റിയോണായി മാറിയാൽ ബാക്കി എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 4 ഇലക്ട്രോണേ ഉള്ളൂ. ആ 4ന് കിട്ടുന്ന ഇപ്പോഴുള്ള അട്രാക്ഷൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 25%. 5% കൂടി. കാരണം നേരത്തെ 5 പേരായിരുന്നു, അതാണ് 20 ആയത്. ഇപ്പോൾ 4 പേരേ ഉള്ളൂ, അപ്പോൾ 25%. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇഫക്റ്റീവ് ന്യൂക്ലിയർ അട്രാക്ഷൻ ഈ ബാക്കിയുള്ള ഇലക്ട്രോൺസിൻ്റെ മേലെ കൂടി. അപ്പോൾ അത്തരം ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചും കൂടി കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? നേരത്തെ കൊടുത്തത് മതിയോ? ആറ്റത്തെ സംബന്ധിച്ച് എന്താ സംഭവിച്ചത്? 5 ആണെങ്കിൽ ഒരാൾ പോകുന്ന 4 ബാക്കിയുണ്ട് വിചാരിക്കുക. ഇനിയിപ്പോൾ 4 ഒരാളും കൂടി പോയി കഴിഞ്ഞാൽ 3 ബാക്കിയുണ്ടാവും. ഓരോ സമയത്ത് ആറ്റത്തിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആറ്റത്തിന് ഒരു വേദന ഉണ്ടാവും, നമുക്കങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ കുറഞ്ഞു വരുമ്പോൾ വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവവും കുറഞ്ഞു വരും. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുത്താലേ വിട്ടു കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ദ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി വിൽ ബി ഹയർ ദാൻ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ബിക്കോസ് second electron is to be removed from a positively charged ion, that is called cation. It is more difficult to remove electron from a positively charged ion than from a neutral atom. അതാണ് ഞാൻ പറഞ്ഞത്. In the same way നമുക്ക് എന്ത് പറയാം, third ionization enthalpy also higher than second ionization enthalpy. അതുകൊണ്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും, സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി അതിനേക്കാൾ കൂടുതലായിരിക്കും, തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി അതിനേക്കാളേറെ കൂടുതലായിരിക്കും. അപ്പോൾ ഓർഡർ ΔIH1 ലെസ് ദാൻ, ΔIH2 ലെസ് ദാൻ, ΔIH3. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചില ഗ്രാഫിക്കൽ സ്റ്റഡീസാണ്. ഈ ചാപ്റ്ററിനകത്ത് 3 ഗ്രാഫിക്കൽ സ്റ്റഡിയാണുള്ളതെന്ന് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് ഗ്രാഫാണ് ഈ കാണുന്നത്. ഈ ഗ്രാഫിൽ 1 മുതൽ 60 വരെയുള്ള എലമെൻസിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒരു ജനറൽ ആയിട്ടുള്ള ട്രെൻഡ് 1 മുതൽ 60ലേക്ക്? അപ്പോൾ നമുക്കറിയാം അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തെ മെമ്പറായ ഹൈഡ്രജൻ, രണ്ടാമത്തെ മെമ്പറായ ഹീലിയം, അങ്ങനെ പോയി നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അവസാനം എത്തുമ്പോഴേക്ക് 60ാമത്തെ എലമെൻറ്റിലേക്ക് അറ്റോമിക് നമ്പറിലെ എലമെൻറ്റിലേക്ക് എത്തുമ്പോൾ പൊതുവേ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ കുറഞ്ഞു വരുന്നു. അതാണ് ഒന്നാമത്തെ ട്രെൻഡ്. രണ്ടാമത്തെ കാര്യം ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്, നോബിൾ ഗ്യാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോബിൾ ഗ്യാസിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഒക്കെ വളരെ കൂടുതലായിട്ട് കാണുന്നു.
മൂന്നാമതായിട്ട് ഇവിടെയുള്ളൊരു പോയിൻ്റ്, ആൽക്കലി മെറ്റൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഒക്കെ കുറവായിട്ട് കാണുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യം നമുക്ക് തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത് പറഞ്ഞ കാര്യം അയോണൈസേഷൻ എൻതാൽപ്പി മാക്സിമം ഫോർ നോബിൾ ഗ്യാസ്. എന്തുകൊണ്ട്? കാരണം നോബിൾ ഗ്യാസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അത് സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റേബിളായ ഒരാൾ ഇലക്ട്രോണ് വിട്ടുകൊടുക്കുമോ? ഇല്ല. അതുകൊണ്ട് അതിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. എത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കില്ല. ഇനി അഥവാ വിട്ടുകൊടുക്കണമെങ്കിൽ വളരെ വളരെ ഹൈ ആയ വാല്യൂ എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയുള്ളൂ. സോ ദാറ്റ് ഇസ് ദ റീസൺ. ബിക്കോസ് ഇറ്റ് ഹാവ് ക്ലോസ് ഇലക്ട്രോൺ ഷെൽ ആൻഡ് വെരി സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി ആൽക്കലി മെറ്റൽസിന് എന്തുകൊണ്ടാണ് മിനിമം ആകുന്നത്? വൈ? ബിക്കോസ് ദേ ഹാവ് എ ഗ്രേറ്റർ സൈസ് ആൻഡ് ഹൈ റിയായ. നമുക്കറിയാം ആൽക്കലി മെറ്റൽസിന് സൈസ് വളരെ കൂടുതലാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ഫസ്റ്റ് പാർട്ടിലാണ് ആൽക്കലി മെറ്റൽസ് ഉള്ളത്. സൈസ് വളരെ കൂടുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കുറവായിരിക്കും, ഇലക്ട്രോണിനെ വേഗം വിട്ടുകൊടുക്കാം. അപ്പോൾ റിയാക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. വേഗം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് വേഗം റിയാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ആൽക്കലി മെറ്റൽസ്. അതുകൊണ്ട് ഇലക്ട്രോണിനെ വേഗം വിട്ടുകൊടുക്കും. സോ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ടുള്ള ചോദ്യം, ഇനേർട്ട് ഗ്യാസിന് എന്തുകൊണ്ടാണ് മാക്സിമം അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുന്നത്, ആൽക്കലി മെറ്റൽസിന് എന്തുകൊണ്ടാണ് മിനിമം അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുന്നത്? ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത 2 ഗ്രാഫ് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻസിൻ്റെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഗ്രാഫാണ്. രണ്ടാമത്തെ ഗ്രാഫ് സെക്കൻഡ് പീരീഡിലുള്ള എലമെൻസിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഗ്രാഫാണ്. തൊട്ട് നേരത്തെ പറഞ്ഞ ഗ്രാഫ് കൂടാതെ ഈ 2 ഗ്രാഫ് കൂടി നമ്മൾ പഠിക്കണം. അതിലൊന്നാമത്തെ ഗ്രാഫാണ് ആൽക്കലി മെറ്റൽസിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷൻ. അതായത് ഗ്രൂപ്പിൽ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷൻ എന്താണ്? വേരിയേഷൻ ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ് എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം. ബിക്കോസ് ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. നമുക്കറിയാം താഴോട്ട് വരുന്നതോറും ഷെല്ലിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. തൽഫലമായി ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണല്ലോ, സൈസ് കൂടുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള ദൂരം കൂടും. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് അതിൻ്റെ മുകളിലേക്കുള്ളത് കുറയും. മാത്രമല്ല ഉള്ളിലുള്ള ഇന്നർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും. താഴോട്ട് പോകുന്നതോറും ഷെല്ലിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു എന്നറിയാം. അതുകൊണ്ട് ഇന്നർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നു. ഇന്നർ ഇലക്ട്രോൺസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഷീൽഡിംഗ് ഇഫക്റ്റ്. അതായത് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ പുറമേക്ക് പോകുന്നത് തടയുക എന്നുള്ളത്, അതാണ് ഷീൽഡിംഗ് ഇഫക്റ്റ്. ആ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ത് ചെയ്യും? കൂടും. ന്യൂക്ലിയർ ചാർജിനേക്കാൾ ഷീൽഡിംഗ് ഇഫക്റ്റ് ആയിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കുറയും. ആസ് എ റിസൾട്ട് ഇഫക്റ്റീവ് ന്യൂക്ലിയർ അട്രാക്ഷൻ ടുവേർഡ്സ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഡിക്രീസസ് ആൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ആൾസോ ഡിക്രീസസ്. അപ്പോൾ സൈസ് ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും സൈസ് കൂടുന്നു, ഇന്നർ ഇലക്ട്രോൺസിൻ്റെ സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുന്നു, ഔട്ടർ മോസ്റ്റിലേക്ക് ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കുറയുന്നു. സോ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂവും കുറയുന്നു. അതാണ് ഗ്രാഫിൽ ലിഥിയം മുതൽ സീഷ്യം വരെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞതായിട്ട് വരുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഗ്രാഫ് വെച്ചിട്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റണം. ഇനി അക്രോസ് ദ പീരീഡ് എന്തായിരിക്കും? അക്രോസ് ദ പീരീഡ് ഇൻക്രീസസ്. അക്രോസ് ദ പീരീഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ബിക്കോസ് അക്രോസ് ദ പീരീഡ് നമുക്കറിയാം അറ്റോമിക് സൈസ് ഡിക്രീസസ്. അറ്റോമിക് സൈസ് കുറയുമ്പോൾ ന്യൂക്ലിയർ ചാർജ് അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണിലേക്ക് കൂടും. മാത്രമല്ല ഇവിടെ ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജാണ് ഷീൽഡിംഗ് ഇഫക്റ്റിനേക്കാൾ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഷെല്ലിൻ്റെ എണ്ണമൊന്നും വർദ്ധിക്കുന്നില്ല, ന്യൂക്ലിയസിൻ്റെ ചാർജാണ് വർദ്ധിക്കുന്നത് ഒരു പീരീഡിൽ. നമുക്കറിയാം ഇപ്പോൾ സെക്കൻഡ് പീരീഡ് ആകുമ്പോൾ 2 ഷെല്ലേ ഉള്ളൂ, ഷെല്ലിൻ്റെ എണ്ണം വർദ്ധിക്കുന്നില്ല. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് അത് പ്രിഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഔട്ടർ മോസ്റ്റിലേക്കുള്ള ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കൂടുന്നു. സോ അയോണൈസേഷൻ എൻതാൽപ്പി ആൾസോ ഇൻക്രീസസ്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി അക്രോസ് ദ പീരീഡ് ഇൻക്രീസസ് എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലായി. അതിൻ്റെ റീസണും നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി 2 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഈ തൊട്ട് മുമ്പേ കാണിച്ചിരിക്കുന്ന ഈ ഗ്രാഫിൽ തന്നെ 2 അനോമലികൾ നമുക്ക് കാണാൻ പറ്റും. 2 കോൺട്രഡിക്ഷൻ. അതായത് നമ്മൾ അക്രോസ് ദ പീരീഡ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ് ഒന്ന് സൂക്ഷ്മമായി നോക്കുക. ബെർലിയവും ബോറോൺ എടുക്കുമ്പോൾ ബോറോൺ ബെർലിയത്തേക്കാൾ കുറയുന്നു. രണ്ടാമത് നൈട്രജനും ഓക്സിജൻ എടുക്കുമ്പോൾ ഓക്സിജന് നൈട്രജനേക്കാളും കുറയുന്നു. ഇത് 2 കോൺട്രഡിക്ഷൻസ് ആണ്, സ്പെഷ്യാലിറ്റിയാണ്.
ഈ രണ്ട് കേസുകൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട് എന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ചോദ്യമാണ്, അക്രോസ് ദ പീരീഡ് അയണേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ബട്ട് ഫസ്റ്റ് അയണേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ബെർലിയം. വൈ? അപ്പം നമുക്കറിയാം ബെർലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2, ബോറോണിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p1. ബെർലിയം ആണെങ്കിൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടത് ഫുള്ളി ഫിൽഡായ എസ് ഓർബിറ്റലിനകത്താണ്. പക്ഷേ ബോറോണിൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടത് ഈ ഫുള്ളി ഫിൽഡായ എസ് ഓർബിറ്റിന് ശേഷമുള്ള 2p ലെവലിൽ നിന്നാണ്. നമുക്കറിയാം പെനിട്രേഷൻ പവർ, ന്യൂക്ലിയസിനകത്തേക്ക് സബ്ഷെല്ലിന് ഇങ്ങനെ തുളച്ച് കയറി നിൽക്കാനുള്ള, മുന്നോട്ട് നിൽക്കാനുള്ള ശേഷിയാണ് പെനിട്രേഷൻ പവർ. ആ പെനിട്രേഷൻ പവർ പി ഇലക്ട്രോണിനെ അപേക്ഷിച്ച് എസ് ഇലക്ട്രോണിന് കൂടുതലാണ്. അപ്പോൾ എസ് ഇലക്ട്രോണിൻ്റെ മുകളിലേക്ക് കൂടുതൽ ന്യൂക്ലിയർ അട്രാക്ഷൻ ഉണ്ടാവും. പി ഇലക്ട്രോൺ കുറച്ച് ദൂരെയാണ്, അപ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ കുറവായിരിക്കും. ദെർഫോർ ഇറ്റ് ഈസ് ഈസിയർ ടു റിമൂവ് പി ഇലക്ട്രോൺ. പി ഇലക്ട്രോൺ എവിടെയാണുള്ളത്? ബോറോണിൽ. സോ ബോറോണിന് ഉള്ള ഇലക്ട്രോൺ വേഗം കളയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? അയണേഷൻ എൻതാൽപ്പി വാല്യൂ കുറയും. അപ്പോൾ പെനിട്രേഷൻ പവർ വെച്ചിട്ടാണ് ഇവിടെ ആൻസർ പറയേണ്ടത്. പെനിട്രേഷൻ പവർ കൂടുതലുള്ളത് എസ്സിനാണ്, പിക്ക് കുറവാണ്. അതുകൊണ്ട് പി ഇലക്ട്രോൺസിനെ വേഗം കളയാം. ഓക്കെ, അതുകൊണ്ടാണ് ബോറോണിന് അയണേഷൻ എൻതാൽപ്പി വാല്യൂ കുറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അക്രോസ് ദി പീരീഡ് അയണേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ലെസ് ദാൻ നൈട്രജൻ ആവുന്നത്? വൈ? ഇവിടെ നമുക്ക് അതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം കൂടി നോക്കാം. നൈട്രജൻ 1s2 2s2 2p3 ആണ് കോൺഫിഗറേഷൻ. 2pയിൽ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ്. 2pയിൽ ഹാഫ് ഫിൽഡ് കഴിഞ്ഞിട്ടും ഒരു ഇലക്ട്രോൺ എക്സസ് ഉണ്ട്. അപ്പോൾ നൈട്രജനകത്ത് ഹൺസ് റൂൾ പ്രകാരം തുല്യമായിട്ട് ഓരോന്ന് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓക്സിജനിൽ 3 കഴിഞ്ഞ് 4ാമത്തെ ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിൽ വരുമ്പോൾ അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു ഓവർകം ഇലക്ട്രോൺ റിപ്പൾഷൻ വേഗം എന്ത് ചെയ്യും? ആറ്റം ഇലക്ട്രോണെ കളയാനായിരിക്കും ആഗ്രഹിക്കും. ആ റിപ്പൾഷൻ കുറച്ച് കിട്ടാൻ വേണ്ടി വേഗം 2 നിൽക്കുന്ന ഒറ്റ സബ്ഷെല്ലിനകത്ത് നിൽക്കുന്ന ഒറ്റ ഓർബിറ്റിനകത്ത് നിൽക്കുന്ന ആ 2 ഇലക്ട്രോണിനെ കളയാൻ വേണ്ടിയിട്ട് ഓക്സിജൻ വേഗം ഇലക്ട്രോണെ കളയും. അതുകൊണ്ട് 2p ഇലക്ട്രോൺ ഇൻ ഓക്സിജനാണ് വേഗം റിമൂവ് ചെയ്യുക. അതുകൊണ്ട് ഓക്സിജൻ്റെ അയണേഷൻ എൻതാൽപ്പി വാല്യൂ കുറയും. ക്ലിയർ? അപ്പം നൈട്രജന് ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ഉണ്ട്, ഓക്സിജന് ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റിയും കഴിഞ്ഞ് ഒരു ഇലക്ട്രോൺ എക്സസ് ആണ്. അത് ആ ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺ റിപ്പൾഷൻ കൂട്ടുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ ഇലക്ട്രോണെ വേഗം കളയുന്നത്. അതുകൊണ്ട് അയണേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ നൈട്രജൻ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ 2 അനോമലികൾ നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്നതാണ്. ഈ 2 അനോമലികൾ ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്നുണ്ട്. അത് എടുത്ത് ചോദിക്കാവുന്ന ചോദ്യമാണ്. ബെർലിയം ബോറോൺ കേസും നൈട്രജൻ ഓക്സിജൻ കേസും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇതൊന്ന് മൊത്തം പീരിയോഡ് ടേബിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ഒന്ന് ജനറലായിട്ട് പറയുകയാണെങ്കിൽ അക്രോസ് ദ പീരീഡ് അയണേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്, ഡൗൺ ദ ഗ്രൂപ്പ് അയണേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഒരു ജനറൽ സ്റ്റഡിക്ക് വേണ്ടി കാണിച്ചതാണ്. ഇനി ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ആറ്റം ഹാവിങ് മാക്സിമം ഡിഫറൻസ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയോണേഷൻ എൻതാൽപ്പി ഈസ്. ഈ പറയുന്ന 4 ഓപ്ഷനിൽ ആർക്കാണ് ഫസ്റ്റും സെക്കൻഡും അയണേഷൻ എൻതാൽപ്പി മാക്സിമം ഉണ്ടാവുക, മാക്സിമം ഡിഫറൻസ് ഉണ്ടാവുക? ഇപ്പോൾ ഫസ്റ്റ് ഏറ്റവും കുറവും സെക്കൻഡ് ഏറ്റവും കൂടുതലും വരുന്ന ആൻസർ നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ ആൻസർ പറയുക. രണ്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് അയണേഷൻ എൻതാൽപ്പി ഓഫ് സെക്കൻഡ് അയണേഷൻ എൻതാൽപ്പി ഓഫ് മെഗ്നീഷ്യം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 2 വാല്യൂസും കൊടുത്തിട്ടുണ്ട്. എങ്കിൽ Mg ഗിവ്സ് Mg2 + 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് സാധ്യമാവണമെങ്കിൽ ആകെ എത്ര എനർജി ആയിരിക്കും വേണ്ടി വരിക? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം മഗ്നീഷ്യം സിലിക്കണിൻ്റെയും അയണേഷൻ എൻതാൽപ്പി വാല്യൂ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അലൂമിനിയത്തിൻ്റെ അയണേഷൻ എൻതാൽപ്പി വാല്യൂ ഏകദേശം ഏത് വാല്യൂ ആയിരിക്കും? ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിസ്ക്രിപ്റ്റീവാണ്. മഗ്നീഷ്യം loses electrons successfully to form Mg+, Mg2+ and Mg3+. ഇതിൽ ഏത് സ്റ്റെപ്പിലായിരിക്കും ഹയസ്റ്റ് അയണേഷൻ എൻതാൽപ്പി ഉണ്ടാവുക? എളുപ്പമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വുഡ് യു എക്സ്പ്ലെയിൻ ദ ഫാക്ട് ദാറ്റ് സെക്കൻഡ് അയണേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് ഹയർ ദാൻ ഫസ്റ്റ് അയണേഷൻ പൊട്ടൻഷ്യൽ? എന്തുകൊണ്ടാണ് സെക്കൻഡ് അയണേഷൻ പൊട്ടൻഷ്യൽ ഫസ്റ്റിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത്? ആറാമത്തെ ക്വസ്റ്റ്യൻ, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഗിവൺ. ജൂളിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് അയണേഷൻ എൻതാൽപ്പി ഓഫ്
അറ്റോമിക് ഹൈഡ്രജൻ ഇൻ ടേംസ് ഓഫ് കിലോ ജൂൾ പെർ മോൾ. ജൂളിലൊരു വാല്യൂ തന്നിട്ടുണ്ട്, കിലോ ജൂൾ പെർ മോൾ എത്ര വാല്യൂ എന്നാണ് ചോദിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്, ഗിവ് അപ്രോപ്രിയേറ്റ് റീസൺ. 1. അയണേഷൻ പൊട്ടൻഷ്യൽ ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. എന്തുകൊണ്ട്? 2. ഫസ്റ്റ് അയണേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാർബൺ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോറോൺ ആറ്റം, വേറാസ് റിവേഴ്സ് ഈസ് ട്രൂ ഫോർ സെക്കൻഡ് അയണേഷൻ പൊട്ടൻഷ്യൽ. അതായത് കാർബണിൻ്റെയും ബോറോണിൻ്റെയും ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാർബണാണ് അയണേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. ഇനി രണ്ടിൻ്റെയും സെക്കൻഡ് എടുക്കുമ്പോൾ, സെക്കൻഡ് അയണേഷൻ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ആവുമല്ലോ. അങ്ങനെയുള്ള കേസിൽ ഇലക്ട്രോണെ റിമൂവ് ചെയ്യുമ്പോൾ ബോറോണാണ് അയണേഷൻ എൻതാൽപ്പി വാല്യൂ കൂടുതൽ. എന്തുകൊണ്ട്? 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അയണേഷൻ എൻതാൽപ്പി ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെൻറ്റ്സ് ജനറലി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഗിവ് റീസൺ ഫോർ ദിസ് ട്രെൻഡ്. എന്തുകൊണ്ടാണ് ജനറലി ആയിട്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്? അപ്പോൾ ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്പർ ഇട്ടിട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക. മൈ വാട്സപ്പ് നമ്പർ ഈസ് 9447411220. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും 9447411220 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ ജില്ലയും കൂടി സ്പെസിഫൈ ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന കണ്ടൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ അവസാന ഭാഗം നൽകിയിരിക്കുന്ന 8 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തിയതിന് ശേഷം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. വാട്സപ്പ് നമ്പർ 9447411220. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും ഇടുക. നിങ്ങൾ നൽകുന്ന ഊർജ്ജമാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ശക്തി. അപ്പോൾ ഏതായാലും ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഹാട്ട്സ്പോട്ടുമായി എത്തുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.